ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തുർക്കി ഔദ്യോഗികമായി അന്താരാഷ്ട്ര അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഗാസയിലേക്ക് മാനുഷിക സഹായവുമായി പോയ ആക്ടിവിസ്റ്റ് കപ്പൽ വ്യൂഹത്തിനും നേരെ ഇസ്രായേൽ നടത്തിയ സൈനിക ഇടപെടലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് തുർക്കി നീതിന്യായ മന്ത്രി അഗിൻ കുർലേക്ക് വാറണ്ട് പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര നിയമപാലകരെ വിവരം അറിയിക്കുന്നതിനായി ഔദ്യോഗികമായി ഒരു റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കാനും തുർക്കി ഇന്റർപോളിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വംശഹത്യ ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ച് നെതന്യാഹുവിനും മറ്റൊരു ഇസ്രായേൽ പൗരനായ അഹ്മദ് മോസ്വിച്ചിനുമെതിരായ അന്താരാഷ്ട്ര അറസ്റ്റിനു മുന്നറിയിപ്പ് പുറപ്പെടുവിക്കണമെന്നും തുർക്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ തുർക്കി നടത്തുന്ന നീതിന്യായ പോരാട്ടത്തിലെ നിർണായകമായ ഒരു ഘടകമാണിതെന്നും ബാധിക്കപ്പെട്ട ആക്ടിവിസ്റ്റുകൾക്കും പലസ്തീൻ ജനങ്ങൾക്കും വേണ്ടി ലഭ്യമായ എല്ലാ നിയമപരമായ വഴികൾക്കും സർക്കാർ തേടുന്നത് തുടരുമെന്നും തുർക്കി അധികൃതർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തികളിൽ വെച്ച് ഇസ്രായേൽ സേന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും നിയമവിരുദ്ധ തടങ്കലുകളും നടത്തിയതായും തുർക്കി അധികൃതർ ആവർത്തിച്ച് ആരോപിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായാണ് പുതിയ കോടതി നടപടികൾ ഉണ്ടായത്. ഭൂരാഷ്ട്രീയ പ്രതിസന്ധിയും ഇന്റർപോളിന്റെ നിലപാടും ലോകമെമ്പാടുമുള്ള നിയമപാലകരോട് ഒരു പ്രതിയെ കണ്ടെത്താനും താൽക്കാലികമായി അറസ്റ്റ് ചെയ്യാനും ആവശ്യപ്പെടുന്നതാണ് ഇന്റർപോൾ റെഡ് നോട്ടീസ് എങ്കിലും അതത് രാജ്യങ്ങളുടെ ആഭ്യന്തര നിയമനങ്ങളും നയതന്ത്ര ബന്ധങ്ങളും അനുസൃതമായി മാത്രമേ ഇത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജൂലൈ 14 നെതന്യാഹുവിനും മോസ്കോവിച്ചിനുമെതിരായ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന്റെ തുടർച്ചയായാണ് പുതിയ നീക്കമുണ്ടായത്. ഇവർക്കെതിരെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം, വംശഹത്യ, ഗുരുതരമായ സ്വതന്ത്ര നിഷേധം, മനഃപൂർവ്വമുള്ള ആക്രമണം, പീഡനം, സ്വത്ത് നശിപ്പിക്കൽ, ഗുരുതരമായ കൊള്ള, ഗതാഗത സംവിധാനങ്ങൾ തട്ടിയെടുക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് തുർക്കി ഉന്നയിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇവർക്കെതിരെ അറസ്റ്റ് മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിനോട് നടപടിയെടുക്കുവാനും നീതിന്യായ മന്ത്രാലയം ആവശ്യപ്പെട്ടു. മേയിൽ തുർക്കിയിൽ നിന്നും ഗാസയിലേക്ക് പുറപ്പെട്ട ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലയിലെ ഏകദേശം 50 കപ്പലുകളാണ് സംഭവത്തിന്റെ പശ്ചാത്തലം. മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് ഇസ്രായേൽ സേന ഫ്ലോട്ടിലെ പ്രവർത്തകരെ തടഞ്ഞു നിർത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇസ്രായേലിലെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവരെ നാടുകടത്തി. ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ രൂക്ഷമായിരിക്കുകയാണ് പുതിയ നടപടി. ഗാസയ്ക്ക് പുറമെ സിറിയയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം ശക്തമാണ്. സിറിയയിലെ അബു അൽ ദുർഹർ വ്യോമതാവളത്തിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ തുർക്കി സൈന്യം അവിടെ വിന്യസിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഇസ്രായേൽ ആരോപണമുന്നയിച്ചിരുന്നു. എന്നാൽ തുർക്കി ഇത് നിഷേധിച്ചു. അതേസമയം തടവിലാക്കിയ ഫ്ലോട്ടിലയുടെ പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമാർ ബെൻ ഗിർ പുറത്തുവിട്ടതും പുതിയ വിവാദത്തിന് കാരണമായി. ഇതോടെ ഗാസയിലെ സംഘർഷം മാത്രമല്ല തുർക്കി ഇസ്രായേൽ ബന്ധവും കൂടുതൽ കടുത്ത നിലയിലേക്ക് നീങ്ങുകയാണ്.